Hello friends, welcome back to another episode of Sajil's Tech Center. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വാട്സപ്പിലെ 12 ഫംഗ്ഷൻസിനെ കുറിച്ചാണ്. അതായത് നിങ്ങൾക്കറിയാൻ സാധ്യതയില്ലാത്ത 12 ഫംഗ്ഷൻസ് ആണ്. ഇതിൽ ചില ഫംഗ്ഷൻസ് നിങ്ങൾ ചിലപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടാവും, ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് 100% ഉറപ്പാണ് ഈ 12 ഫംഗ്ഷൻസും ഒരിക്കലും നിങ്ങൾ യൂസ് ചെയ്യാൻ സാധ്യതയില്ല. ഇപ്പോൾ എല്ലാവരും സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്ന ആളുകളാണ്. അതിൽ 99% ആളുകളുടെ സ്മാർട്ട് ഫോൺസിലും വാട്സപ്പ് ഉണ്ടാവും. പക്ഷേ ഈ ഫംഗ്ഷൻസ് അവർക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഫംഗ്ഷൻസ് മിക്കവാറും ആളുകൾ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ചെയ്യുമെന്ന് അറിയാൻ സാധ്യതയില്ല. സോ അവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ആ ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ പോയിൻറ്റ് നമ്പർ 1, സേവ് യുവർ മൊബൈൽ ഡാറ്റ. അതായത് നിങ്ങൾ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്ത ആളായിരിക്കാം. അപ്പോൾ ഈ ഗ്രൂപ്പുകളിൽ നിന്ന് വരുന്ന പോസ്റ്റുകൾ, അതായത് ഫോട്ടോസ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ വീഡിയോസ്, ഓഡിയോ ഫയൽ, ഇതെല്ലാം ഓട്ടോമാറ്റിക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ്, നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ടിലേക്ക് ഡൗൺലോഡഡ് ആവും. ഇത് മുഖേന നിങ്ങളുടെ മൊബൈൽ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകാൻ സാധ്യതയുണ്ട്. അതായത് ഓട്ടോമാറ്റിക് ഇമേജസ് എല്ലാം ഡൗൺലോഡ് ആകുമ്പോൾ പെട്ടെന്ന് മൊബൈൽ ഡാറ്റ കുറയും. ഇത് ഒഴിവാക്കാനുള്ള ട്രിക്കാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിനൊരു ഓപ്ഷൻ ഉണ്ട്. സോ നമുക്കത് ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ വാട്സപ്പിലേക്ക് പോകാം. അതിനുശേഷം ഈ റൈറ്റ് സൈഡിൽ ടോപ്പിൽ കാണുന്ന 3 ഡോട്ടിൽ പ്രസ് ചെയ്യുക. എന്നിട്ട് സെറ്റിങ്സ് എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അതിനുശേഷം ഡാറ്റ ആൻഡ് സ്റ്റോറേജ് യൂസേജ്. ഇതിൽ നെറ്റ്വർക്ക്, ഏറ്റവും ടോപ്പിൽ കാണുന്ന നെറ്റ്വർക്ക് യൂസേജ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. ഇത് നമുക്ക് ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഫോട്ടോസ് മാത്രമാണ്. അതായത് ഫോട്ടോസ് മാത്രം ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആവും. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മിക്ക ഫോണിലും ഓഡിയോ, വീഡിയോ എല്ലാം, ഡോക്യുമെൻറ്റ്സ് എല്ലാം ഈ ടിക്ക് മാർക്ക് ചെയ്തിരിക്കുന്നുണ്ടാവും. അത് കാരണമാണ് നിങ്ങളുടെ ഇൻ്റർനെറ്റ് യൂസേജ് കൂടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ എല്ലാം ഡീആക്ടിവേറ്റ് ചെയ്യുക. എന്നിട്ട് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾക്ക് മാനുവലായിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇങ്ങനെയാണ്. ഞാൻ ഒന്നുകൂടി കാണിക്കാം. സെറ്റിങ്സിൽ പോയിട്ട് ഡാറ്റ ആൻഡ് സ്റ്റോറേജ് യൂസേജ്, അതിനുശേഷം നെറ്റ്വർക്ക് യൂസേജ്, എന്നിട്ട് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ട്രിക്ക് നമ്പർ 2, ചേഞ്ച് യുവർ മൊബൈൽ നമ്പർ. അതായത് നിങ്ങളിപ്പോൾ ഒരു നമ്പർ വെച്ചിട്ടാണ് നിങ്ങളുടെ വാട്സപ്പ് യൂസ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ആ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യണം എന്നൊരാഗ്രഹമുണ്ടെങ്കിൽ അതിനുമുണ്ടൊരു ഓപ്ഷൻ വാട്സപ്പിൽ. സോ നമുക്കത് ചെക്ക് ചെയ്യാം. ഓക്കെ, ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യാൻ വളരെ സിമ്പിളായിട്ടുള്ള ഓപ്ഷനാണ്. അതിനുവേണ്ടി നമ്മൾ ഈ 3 ഡോട്ട്സ് പ്രസ് ചെയ്യുക. അതിനുശേഷം സെറ്റിങ്സ്, ദെൻ അക്കൗണ്ട്, ദെൻ ചേഞ്ച് നമ്പർ, എന്നിട്ട് നെക്സ്റ്റിൽ പ്രസ് ചെയ്യുക. ആദ്യം നിങ്ങളുടെ പഴയ നമ്പർ, ഇപ്പോൾ ഉള്ള നമ്പർ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ന്യൂ നമ്പർ കൊടുക്കുക, ദെൻ ഡൺ. ഇത്രേ ഉള്ളൂ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഒന്നുകൂടി കാണിക്കാം. സെറ്റിങ്സ്, അക്കൗണ്ട്, ചേഞ്ച് നമ്പർ, ദെൻ നെക്സ്റ്റ്, ഓൾഡ് നമ്പർ കൊടുക്കുക, ന്യൂ നമ്പർ കൊടുക്കുക, ഡൺ. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ടിപ്പ് നമ്പർ 3, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ വാട്സപ്പ് വാലിഡിറ്റി കൂട്ടണം എന്നൊരു ചിന്തയുണ്ടെങ്കിൽ അതിനുമുണ്ട് മറ്റൊരു ഫംഗ്ഷൻ. നമുക്കത് കാണാം. ഇനി നമ്മൾ വാട്സപ്പിൻ്റെ ടൈം എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്ത പോലെ തന്നെ അതേ ഓപ്ഷൻ തന്നെ എടുക്കുക. വീണ്ടും സെറ്റിങ്സ്, അക്കൗണ്ട്, ചേഞ്ച് നമ്പർ, നെക്സ്റ്റ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പഴയ നമ്പർ കൊടുക്കുക, പുതിയൊരു നമ്പർ കൊടുക്കുക, എന്നിട്ട് ഡൺ പ്രസ് ചെയ്യുക. വീണ്ടും പുറകിലേക്ക് പോവുക. സെയിം പ്രോസസ്സ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ നിങ്ങൾ പുതിയ നമ്പർ കൊടുത്ത നമ്പർ ഈ ഓൾഡ് ഫോൺ നമ്പറിൻ്റെ ഓപ്ഷനിൽ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പഴയ നമ്പർ ഈ ന്യൂ ഫോൺ നമ്പറിൻ്റെ എന്നുള്ള സെക്ഷനിലും കൊടുക്കുക, എന്നിട്ട് ഡൺ കൊടുക്കുക. ഇപ്പോൾ ഇനി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വാലിഡിറ്റി എക്സ്റ്റെൻഡ് ആയിട്ടുണ്ടാവും. ടിപ്പ് നമ്പർ 4, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ വാട്സപ്പ് ചാറ്റ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട്, സാധാരണ ഇപ്പോൾ നമുക്ക് ഡീഫോൾട്ടായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും വരുന്നത്. ആ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനൊരു ഓപ്ഷനുണ്ട്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഗ്രാഫിക്കൽ ഇമേജോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പിക്ചർ ഇടാനോ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ പിക്ചർ ഇടാനോ ഉള്ളൊരു ഓപ്ഷൻ വാട്സപ്പിലുണ്ട്. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. മുകളിൽ പോവുക. അതിനുശേഷം വാൾപേപ്പർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക.
ദെൻ ഗാലറി അല്ലെങ്കിൽ വാൾപേപ്പർ ലൈബ്രറി ഏത് വേണമെങ്കിലും എടുക്കാം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്യുക. ഏത് ഫോട്ടോസ് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആയിരിക്കുന്നത്. ഇനി ഏത് ഒരു ചാറ്റ് റൂമിൽ നിങ്ങൾ കയറിയാലും ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ്, വളരെ സിമ്പിളാണ് വാൾപേപ്പർ ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷൻ. മുകളിൽ വരിക, വാൾപേപ്പർ സെലക്ട് ചെയ്യുക, ദെൻ ബ്രൗസ് ചെയ്തെടുക്കുക. ടിപ്പ് നമ്പർ 5, നിങ്ങൾക്കിപ്പോൾ ഒരു മെസ്സേജ് വിടണം. അതിപ്പോൾ നിങ്ങളുടെ 100 കണക്കിന് ഫ്രണ്ട്സിന് ഒറ്റയടിക്ക് വിടണം. അത് പക്ഷേ നിങ്ങൾ ആ ഗ്രൂപ്പിലൊന്നും ഫ്രണ്ട്സിനെ ആഡ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഒറ്റയടിക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്ത് ഒരു ഇൻസ്റ്റൻ്റായിട്ടൊരു മെസ്സേജ് വിടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിലേക്ക് നമുക്ക് കിടക്കാം. ഒരുപാട് ഫ്രണ്ട്സിന് ഒറ്റയടിക്ക് മെസ്സേജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. സെയിം മുകളിൽ തന്നെ പോവുക, ന്യൂ ബ്രോഡ്കാസ്റ്റ്, എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കോണ്ടാക്ട്സൊക്കെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇതൊരു ഗ്രൂപ്പ് പോലെ ആഡായി കിടക്കും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതുമാണ്. ഇപ്പോൾ മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 9 റെസിപ്പിയൻസ്. ഇതെപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഡിലീറ്റും ചെയ്യാം. എന്നിട്ട് ഈ ഒറ്റയടിക്ക് നിങ്ങൾ മെസ്സേജ് വിടുമ്പോൾ നിങ്ങൾ ഈ ആഡ് ചെയ്ത എല്ലാ റെസിപ്പിയൻസിൻ്റെ അടുത്തേക്ക് ഈ മെസ്സേജ് പോകും. അതുപോലെ തന്നെ ഇനി കൂടുതൽ റെസിപ്പിയൻസിനെ ഇനി ഫ്യൂച്ചറിൽ ആഡ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. അതുപോലെ തന്നെ ഈ ബ്രോഡ്കാസ്റ്റിനൊരു ഗ്രൂപ്പ് നെയിം കൊടുക്കുന്നത് പോലെ തന്നെ ഒരു പേരും കൊടുക്കാം. ടിപ്പ് നമ്പർ 6, ഷെയർ ലൊക്കേഷൻ. ലൊക്കേഷൻ ഷെയറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളിപ്പോൾ നിൽക്കുന്ന ആ സ്പോട്ട് ലൈവായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ലൈവ് ഷെയറിംഗ് ലൊക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷനിൽ നമുക്ക് കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ കൂടുതൽ മണിക്കൂറിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാം. 8 മണിക്കൂർ വരെ നീണ്ട ലൈവ്, അതായത് നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഷെയർ ചെയ്ത് നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഷെയർ ചെയ്യുന്ന വ്യക്തിക്ക് നിങ്ങൾ എവിടെയാണ് എന്നുള്ള കാണാൻ സാധിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ലൈവ് ഷെയറിംഗ്. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കോൺവെർസേഷൻ എടുക്കുക. താഴെ അറ്റാച്ച്മെൻറ്റ് എന്നുള്ള ആ പിന്നിൽ പ്രസ് ചെയ്യുമ്പോൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ കറൻ്റ്ലി ഇരിക്കുന്ന ലൊക്കേഷൻ ആ മാപ്പിൽ കാണാൻ സാധിക്കും, ഗൂഗിൾ മാപ്പിൽ. അതുപോലെ തന്നെ ഈ ഷെയർ ലൈവ് ലൊക്കേഷൻ എന്നുള്ള ഈ ഓപ്ഷനിൽ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 മണിക്കൂറോ അല്ലെങ്കിൽ 15 മിനിറ്റ്സോ അതും അല്ലെങ്കിൽ 8 hours വരെ നിങ്ങളുടെ ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ സാധിക്കും. അതിന് താഴെ തന്നെ മെസ്സേജും അതായത് കമൻറ്റും കൊടുക്കാം. നിങ്ങളിപ്പോൾ ഗ്രൂപ്പിലാണെങ്കിലും ഏതെങ്കിലും ഫ്രണ്ട്സിനാണെങ്കിലും ഇത് നിങ്ങൾക്ക് ലൈവായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കും. ടിപ്പ് നമ്പർ 7, ടൈപ്പ് വിത്ത് മൈക്ക്. അതായത് നമ്മളിപ്പോൾ സാധാരണ വാട്സപ്പിൽ മെസ്സേജ് ഇടുമ്പോൾ ടൈപ്പ് ചെയ്യലാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പക്ഷേ ആ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ അതിലൊരു ചെറിയൊരു മൈക്കിൻ്റെ ഐക്കൺ കാണാം നിങ്ങൾക്ക്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ പറയുന്ന ആ ടെക്സ്റ്റ് ഓട്ടോമാറ്റിക് ടൈപ്പായിട്ട് നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റർ ചെയ്താൽ ജസ്റ്റ് നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വാട്സപ്പിലുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങളിപ്പോൾ മെസ്സേജ് വാട്സപ്പ് ഗ്രൂപ്പിൽ ടൈപ്പ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ ഒരു മൈക്കിൻ്റെ ഐക്കൺ കാണാം. ഇത് യൂസ് ചെയ്യുന്നത് എന്തിനെന്ന് വെച്ചാൽ ഇത് പ്രസ് ചെയ്തിട്ട് നിങ്ങൾ സംസാരിക്കുന്നത് അനുസരിച്ച് ടെക്സ്റ്റ് ഓട്ടോമാറ്റിക് ടൈപ്പ് ആവും. കൂടുതലും ഇംഗ്ലീഷ് വേർഡ്സ് ആയിരിക്കും ടൈപ്പ് ആകാൻ സഹായിക്കുക ഈ ഓപ്ഷൻ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടിപ്പ് നമ്പർ 8, ഹൈഡ് യുവർ പ്രൊഫൈൽ പിക്ചർ. അതായത് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് മാത്രം കാണണം. നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ മറ്റുള്ളവരുടെ മുമ്പിൽ ഹൈഡ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനുമുണ്ടൊരു ഓപ്ഷൻ. അതുമല്ല, ഇപ്പോൾ എല്ലാവരുടെ മുമ്പിൽ നിങ്ങൾക്ക് ഹൈഡ് ചെയ്യണം നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ എന്ന് വേണമെങ്കിലും അതിനുമുണ്ടൊരു ഓപ്ഷൻ. സോ ചെക്ക് ഇറ്റ് ഔട്ട്. പ്രൊഫൈൽ പിക്ചർ ഹൈഡ് ചെയ്യുന്നത് സെയിം 3 ഡോട്ട്സിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം സെറ്റിങ്സ്, ദെൻ അക്കൗണ്ട്, പ്രൈവസി. ഇതിൽ പോയി കഴിയുമ്പോൾ പ്രൊഫൈൽ ഫോട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലിപ്പോൾ എൻ്റെ കിടക്കുന്ന everyone ആണ്. നിങ്ങൾക്കതിപ്പോൾ വേണമെങ്കിൽ കോൺടാക്ട്സിന് മാത്രം ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ആരുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹമില്ലെങ്കിൽ നോബഡി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ everyone. അപ്പോൾ ഇതാണ് പ്രൊഫൈൽ പിക്ചർ ഹൈഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ. ടിപ്പ് നമ്പർ 9, നിങ്ങളുടെ ഫോണ്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. അതായത് നിങ്ങളുടെ ഫോണ്ട് ടെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ
നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റ് ബോൾഡ് ആക്കാം, ഇറ്റാലിക്സ് ആക്കാം, അതുപോലെ സ്ട്രൈക്ക് ത്രൂ സ്റ്റൈലാക്കാം. ഇതിനും ഉണ്ടൊരു ഓപ്ഷൻ, നമുക്കത് ചെക്ക് ചെയ്യാം. നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റ്, അതായത് ഫോണ്ട്, അതിൻ്റെ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ ബോൾഡ് ടെക്സ്റ്റാണ് നിങ്ങൾക്ക് അടിക്കുന്നതെങ്കിൽ നിങ്ങൾ സ്റ്റാർ എന്നുള്ള ഈ ഒരു സിമ്പിൾ പ്രസ് ചെയ്യുക, അതിനുശേഷം ടെക്സ്റ്റ് അടിക്കുക, വീണ്ടും ഒരു സ്റ്റാർ, എന്നിട്ട് എൻ്റർ ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ ടെക്സ്റ്റ് ബോൾഡ് സ്റ്റൈലാവും. നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ദെൻ അഗെയിൻ സ്റ്റാർ, എന്നിട്ട് എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് ഇറ്റാലിക് സ്റ്റൈലാണ്, അതായത് ചാറ്റിൻ്റെ സ്റ്റൈൽ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അണ്ടർസ്കോർ പ്രസ് ചെയ്യുക, അതിനുശേഷം ടെക്സ്റ്റ്, നിങ്ങൾക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് അണ്ടർസ്കോർ പ്രസ് ചെയ്യുക, അതിനുശേഷം നിങ്ങളുടെ ടെക്സ്റ്റ് വീണ്ടും ഒരു അണ്ടർസ്കോർ. അപ്പോൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ കാണാം അതിൻ്റെ സ്റ്റൈൽ മാറുന്നത്, ഇറ്റാലിക് സ്റ്റൈലായി മാറുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് സ്ട്രൈക്ക് ത്രൂ, അതായത് ടെക്സ്റ്റിൻ്റെ മുകളിൽ വരുന്ന ലൈൻ സ്ട്രൈക്ക് ചെയ്യുന്ന സ്റ്റൈലും കൂടി ഇതിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട സിമ്പിൾ എന്ന് പറയുന്നത് ഈ വേവ് സിമ്പിളാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ സിമ്പിൾ ഓപ്ഷനിൽ കാണില്ലെങ്കിൽ 1/2 എന്നുള്ള ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ആ വേവ് സിമ്പിൾ കാണാം. അതിനുശേഷം ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക, വീണ്ടും ആ സിമ്പിൾ ഒന്നുകൂടി ടൈപ്പ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രിവ്യൂ കാണാൻ സാധിക്കും സ്ട്രൈക്ക് ത്രൂ വരുന്നത്. ഓക്കെ, ദെൻ എൻ്റർ. ടിപ്പ് നമ്പർ 10, ഇൻവൈറ്റ് യുവർ ഫ്രണ്ട്സ് ടു ജോയിൻ യുവർ വാട്സപ്പ് ഗ്രൂപ്പ്. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒരു ഗ്രൂപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള ട്യൂട്ടോറിയലാണ് ഈ ടിപ്പിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. ഇനി അടുത്തത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതായത് ഒരു ഗ്രൂപ്പ് ലിങ്ക് സെൻഡ് ചെയ്യുന്നത്, അതിൽ ത്രൂ ഇൻവിറ്റേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് സെയിം 3 ഡോട്ട്, എന്നിട്ട് ഗ്രൂപ്പ് ഇൻഫോ, അതിനുശേഷം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പിൽ താഴെ വരിക, അതിൽ ഇൻവൈറ്റ് ത്രൂ ലിങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഗ്രൂപ്പുകളിൽ സെൻഡ് ലിങ്ക് ത്രൂ വാട്സപ്പ് ഗ്രൂപ്പ് എന്നുള്ള ആ ഓപ്ഷനിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ ഇൻവിറ്റേഷൻ ലിങ്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഷെയർ ലിങ്ക് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. സോഷ്യൽ മീഡിയ നിങ്ങളുടെ ലിങ്ക് ചെയ്ത എല്ലാ അക്കൗണ്ടിലും സെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രൂപ്പ് ലിങ്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പ് ലിങ്ക്, വാട്സപ്പ് ലിങ്ക് ഫ്രണ്ട്സിന് ഇൻവിറ്റേഷൻ അയക്കുന്നത്. ടിപ്പ് നമ്പർ 11, ബാക്കപ്പ് യുവർ വാട്സപ്പ് ചാറ്റ്സ് ടു ഗൂഗിൾ ഡ്രൈവ്. അതായത് ഗൂഗിൾ ഡ്രൈവിൽ നിങ്ങളുടെ ഈ വാട്സപ്പ് കോൺവെർസേഷൻസ് എല്ലാം അപ്ലോഡ് ചെയ്യാം, അതായത് ബാക്കപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. നമുക്കതൊന്ന് കാണാം. നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബാക്കപ്പ് എടുക്കുക. നിങ്ങളുടെ കോൺവെർസേഷൻ അപ്പോൾ അഥവാ ഡിലീറ്റായി പോയാലും നിങ്ങൾക്ക് ബാക്കപ്പ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ്. അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സിൽ ചാറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക, എന്നിട്ട് ചാറ്റ് ബാക്കപ്പ്, അതിനുശേഷം ഈ ഗ്രീൻ കളർ ബാക്കപ്പ് എന്ന് പറയുന്ന ആ ബാക്കപ്പ് എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക് ഗൂഗിൾ ഡ്രൈവിലേക്ക് നിങ്ങളുടെ കോൺവെർസേഷൻ ഫുള്ള് ബാക്കപ്പായി പോകും. ടിപ്പ് നമ്പർ 12, മെൻഷൻ യുവർ ഫ്രണ്ട്സ്. അതായത് ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ ഇപ്പോൾ ടാഗ് ചെയ്യുന്ന പോലെ ഓരോ കോൺവെർസേഷനിലും ഓരോ ഗ്രൂപ്പിലെ കോൺവെർസേഷൻ ആയാലും നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ഈ ലാസ്റ്റ് ട്രിക്കിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ലാസ്റ്റ് നിങ്ങളെ ഫ്രണ്ട്സിനെ എങ്ങനെ ടാഗ് ചെയ്യാം അല്ലെങ്കിൽ മെൻഷൻ ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാറ്റ് ബോക്സിൽ പോവുക, എന്നിട്ട് അറ്റ് എന്ന സിമ്പിൾ പ്രസ് ചെയ്യുക. അതായത് നിങ്ങളിപ്പോൾ ഫേസ്ബുക്കിൽ ടാഗ് ചെയ്യുന്ന പോലെ തന്നെ ആ സിമ്പിൾ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റ് ഓട്ടോമാറ്റിക് വരും. അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യാം. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.